ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഈ റഷ്യയിൽ പോയി ഇതിനെപ്പറ്റി പഠിക്കുകയും അവരിത് ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് റഫേലിനേക്കാളും പുറകിൽ നിൽക്കുന്ന എയർക്രാഫ്റ്റാണിത്. റഫേൽ എന്ന് പറയുന്നത് 4.5 ജനറേഷൻ എയർക്രാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റ് അല്ലെ ടെക്നോളജി വൈസും ഇൻ്റഗ്രേഷൻ വൈസും വെപ്പൺ വൈസും ആ ഒരു എയർക്രാഫ്റ്റ് കൃത്യമായിട്ട് പറയാം, മോദി വിചാരിച്ചാലും ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ പട്ടാളത്തിന് ഇത് മേടിക്കാൻ പറ്റത്തില്ല എയർഫോഴ്സിന്. അപ്പോൾ മോദിയും പുട്ടിനുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ഇത്രയും പണം കൊടുത്ത് ഒരു വെപ്പൺ വാങ്ങുമ്പോൾ അതിന് പല രീതിയിലുള്ള തലങ്ങളുണ്ട്. കാരണം ഞാൻ ഈ ഓപ്പറേഷൻ വെസ്റ്റേൺ തെഹൽക്ക ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള വെപ്പണുമായിട്ട് പല സീനിയർ ഒഫീഷ്യൽസിനെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതിനുശേഷം ഇത് കോർട്ട് ഓഫ് എൻക്വയറിയിലും ഈ ട്രയൽസിലും, അതായത് CBI ട്രയൽസിലും ആർമി കോർട്ടിലും CBCയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ പലയിടത്തും ഞാൻ വിറ്റ്നസ്സാണ്. അതിനകത്തൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തലത്തിൽ കൂടെ എങ്ങനെയൊക്കെ പോയാൽ മാത്രമേ ഇത് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതായത് ഭയങ്കരമായിട്ട് സ്ക്രൂട്ടിനി ഉണ്ട് അതിനകത്ത് വലിയൊരു ഡിഫൻസിൻ്റെ കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റി യൂസർ എൻഡ്, അത് യൂസ് ചെയ്ത എയർഫോഴ്സാണ്. അവരെ പൂർണ്ണമായിട്ടും ആ കമ്മിറ്റി ഉൾക്കൊള്ളാതെ ഈ സാധനം വാങ്ങാൻ പറ്റത്തില്ല. അവരിനിയിപ്പോൾ ഈ പറയുന്ന റഷ്യ ഇന്ത്യയിൽ ജോയിൻ്റായിട്ട് മാനുഫാക്ചർ ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഫീസിബിലിറ്റി ആയിട്ട് ഇതിവിടെ ഉണ്ടാക്കിയിട്ട് റഷ്യക്ക് പുറത്ത് വിൽക്കാനാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കും ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ. കാരണം ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് ഇത് പഠിക്കാൻ സാധിക്കും. എന്നല്ലാതെ അത് ഇന്ത്യൻ പട്ടാളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എക്സിക്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പരട്ടക്കളവും പറയുന്ന പോലെ ഒരു വെപ്പണും ഒരു അതായത് ഹാർഡ്വെയറും ഇന്ത്യൻ പട്ടാളം സിമ്പിളായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് പണ്ട് മുതലേ ഉള്ള ട്രഡീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഇത് എത്ര വില കുറച്ച് കൊടുത്താലും ഇതിൻ്റെ യൂസർ എന്ന് പറഞ്ഞ എയർഫോഴ്സ് ഉണ്ട്, അവരാണ് ഫൈനൽ ആൻസർ കൊടുക്കേണ്ടത്. പിന്നെ വലിയ വലിയ കമ്മിറ്റികളുണ്ട്, 10-20 കമ്മിറ്റി പോയ ശേഷം മാത്രമേ ഇത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.